പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതാണ്. വളരെ സമയമെടുത്ത് പ്രധാനമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ക്രിസ്മസിന്റെ തലയ്ക്ക് തലേന്ന് CBCI ആസ്ഥാനത്ത് പരിപാടിയിൽ പങ്കെടുക്കുകയും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രസംഗം നടത്തുകയും ചെയ്തു. ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഹിന്ദി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ക്രൈസ്തവരോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ സഭാ നേതൃത്വങ്ങൾക്ക് പ്രശ്നമില്ല, സംഘടനകൾക്ക് പ്രശ്നമില്ല, കാസയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്കാണോ പ്രശ്നം എന്ന മട്ടിലായിരിക്കും നാളെ. അഭിലാഷ, ഞാൻ പറയാം, ഇവിടെ 16 കോടി BJP അംഗങ്ങളുടെ കണക്കുകളല്ല ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ഞാനും BJPയുടെ ഒരു അംഗമായി പോയതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ എയർടെലിൻ്റെ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടി ഫോൺ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് തോന്നുന്നു, താനും BJPയുടെ അംഗമാണെന്ന് പറഞ്ഞു. ഞാൻ അതിന് നിയമപോരാട്ടം നടത്തിയിട്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ അതിൻ്റെ പരാതി കിടപ്പുണ്ട്. അപ്പോൾ 16 കോടി അംഗങ്ങളുടെ കണക്ക് അവിടെ മാറി നിൽക്കട്ടെ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നേരെ എതിർവശത്തൊരാളിപ്പോൾ ആരെന്നറിയോ? പ്രതാപ് സാരംഗി ഇല്ലേ? ആരാ പ്രതാപ് സാരംഗി? ഗ്രഹാം സ്റ്റെയിൻസിനെ VHPയുടെ ബജ്രംഗദളിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ കൊലപ്പെടുത്തിയപ്പോൾ അതിന് സഹായം ചെയ്ത പ്രതാപ് സാരംഗിയുടെ മുഖത്ത് നോക്കിയിട്ട് ക്രിസ്തീയ വചനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഷോൺ ജോർജ്? അതാ പറഞ്ഞത്. നിങ്ങൾ പ്രതാപ് സാരംഗിക്കും ഷോൺ ജോർജിനും PC ജോർജിനും ഒക്കെ ജോർജ് കുര്യനെ കിട്ടുന്ന പ്രിവിലേജ് ഇല്ലാത്ത ക്രിസ്തീയ സഹോദരന്മാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. മനസ്സിലല്ലേ? നിങ്ങൾ ഈ പറയുന്ന ആട്ടിൻ തോലിട്ട ചെന്നായകൾ പറയുന്ന ഈ സാരംഗിയുടെ മുഖത്ത് നോക്കിയാ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ, അങ്ങ് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നല്ലോ, മര്യാദ കാണിക്കൂ, മര്യാദ കാണിക്കൂ, സംഘപരിവാറിന്റെ സ്വഭാവം കാണിക്കല്ലേ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പിന്നെ മുനമ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചോദിച്ചു ഈ ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. മുസ്ലിം വഖഫിനകത്ത് കളക്ടറെയും അമുസ്ലിങ്ങളെയും കൊണ്ടുപോയിരുത്തി കഴിഞ്ഞാൽ മുനമ്പത്തെ സർക്കാരിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണോ? ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഇവർ ഇത് മുഴുവൻ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ കാസയാണ്. ഇന്ന് കാസയ്ക്കെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് ഷോൺ ജോർജിന് ചോദിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്തറിയോ? ഞാൻ ആദ്യഘട്ടത്തിൽ CPM-നെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല. കാരണം BJPക്കും ഈ VHPക്കും എതിരായിട്ട് സംസാരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM-നെ വലിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ നോക്കൂ, ആ നമ്മുടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ നോക്കൂ, ഈ VHPയെ കുറിച്ചും ബജ്രംഗദളിനെ കുറിച്ചും കാസയെ കുറിച്ചും ഒരക്ഷരം വേണ്ടിയില്ല. പകരം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും കോൺഗ്രസിനെ കുറിച്ചാണ്. ഈ മധ്യ കേരളത്തിൽ കാസയെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി BJPക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഇപ്പൊ തുറന്നു പറയുന്നു, പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ്. ഈ രാജ്യപേട്ടയിൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽപ്പെട്ടവരെല്ലാം ഒരു മതത്തിൽപ്പെട്ടവരാണെന്ന് BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ പറയുന്ന ഭാഷയിൽ പിണറായി വിജയൻ എന്ന വർഗീയവാദി RSSകാരൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാ പറഞ്ഞത്. ഒരു കുറ്റകൃത്യം നടന്നിട്ടുള്ള കുറ്റക്കാർ ഒരു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? മധ്യ കേരളത്തിൽ ഈ ക്രിസ്തീയ സഭകൾക്കകത്ത് മുഴുവൻ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നത് CPM ആണ്. BJPയുടെ ഒപ്പം ചേർന്നുകൊണ്ട് കാസക്കെതിരെ ഒരക്ഷരം ഇവിടെ മാഷ് വേണ്ടിയോ? ഒരക്ഷരം വേണ്ടിയോ കാസക്കെതിരെ? ഈ വിഷയത്തിൽ മുഴുവൻ പറയേണ്ടത് അഭിലാഷ് വായിച്ച പ്രസ്താവനയുടെ ഏറ്റവും വലുതാ. പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം, ഹിസ്ബുള്ളയുടെ നേതാവിനെ എന്നെ നിരന്തരമായി തടസ്സപ്പെടുത്തത്, എന്നെ നിരന്തരമായി എക്സ്ട്രീമിസം എന്നാണ്. ശരി, ഇവിടെ രാജു പി നായർ ഉന്നയിച്ച വിഷയത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാട് വേണം. സമയവും പോയി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കണ്ടേ. കാസ പറയുന്ന പ്രത്യേക രാഷ്ട്രീയ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം പിണറായി വിജയൻ ഉണ്ടാക്കുന്നതാണ്. ശരി, ഓക്കെ.